ശ്രീ കെ എൻ ഉണ്ണികൃഷ്ണൻ, അങ്ങേക്ക് 16 മിനിറ്റ്. ഇപ്പോൾ സമയം 4:15 3 മണിക്കൂറുണ്ട്. യെസ്, 16 മിനിറ്റ്. സാർ, 2024 കേരള ധനകാര്യ ബിൽ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കണമെന്ന ഉപക്ഷേപത്തെ ഞാൻ പിന്തുണയ്ക്കുകയാണ്. സാർ, 2024-25 ബജറ്റ് പ്രസംഗത്തിലെ 4-ാം ഭാഗത്ത് പ്രഖ്യാപിച്ചിട്ടുള്ള 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള കേരള സർക്കാരിൻ്റെ ധനകാര്യ നിർദ്ദേശങ്ങൾക്ക് പ്രാബല്യം നൽകുന്നതിന് വേണ്ടിയാണ് സാർ ഈ ബില്ല്. അതിനുവേണ്ടി 4 പ്രധാന നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്നതിന് വേണ്ടിയാണ് സാർ ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ ബില്ല് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ മെച്ചപ്പെടുത്തുന്നതിനും സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനും ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും നിർണായകമായ പങ്ക് വഹിക്കുന്നതാണ്. സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനം, വിദ്യാഭ്യാസം, ആരോഗ്യം, ഗതാഗതം, സാമൂഹ്യക്ഷേമം, തീരസംരക്ഷണം ഉൾപ്പെടെയുള്ള നിരവധി ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ധനസമ്പാദനം നിർബന്ധമാണ് സാർ. ഇന്ന് തന്നെ നമ്മുടെ സഭയിൽ നടന്ന ചർച്ചകൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നമ്മുടെ തീരസംരക്ഷണവുമായി ബന്ധപ്പെട്ടും ആരോഗ്യ രംഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യോത്തര വേള വളരെ സജീവമായിട്ടുള്ള ചർച്ചയുടെ വേദിയായി മാറുകയുണ്ടായി. ഈ ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണെങ്കിലും തീരസംരക്ഷണത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഉൾപ്പെടെയുള്ള നാനാവിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് തീർച്ചയായും നമുക്ക് പണം കണ്ടെത്തേണ്ടതുണ്ട് സാർ. ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലുണ്ടായ കടലാക്രമണത്തെ തുടർന്ന് കേരളത്തിൻ്റെ 590 കിലോമീറ്ററിൽ വലിയ തോതിലുള്ള കടലാക്രമണങ്ങളുണ്ടായി. കേരളത്തിൻ്റെ 47 മണ്ഡലങ്ങളിൽ എന്ന പോലെ എൻ്റെ വൈപ്പിൻ മണ്ഡലത്തിൻ്റെ തീരപ്രദേശങ്ങളും കണ്ണീർ കടലായി മാറുകയാണ് ചെയ്തിട്ടുള്ളത്. ആ തീരസംരക്ഷണത്തിനെല്ലാം ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള ദീർഘവീക്ഷണത്തോടെ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികളെല്ലാം നമുക്ക് നടപ്പാക്കേണ്ടതുണ്ട്. കോടിക്കണക്കിന് രൂപയാണ് അതിന് നമുക്ക് ആവശ്യമായി വരുന്നത്. ഈ കാര്യങ്ങളോടെല്ലാം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് നിഷേധാത്മകമാണ്. പണ്ട് കേന്ദ്ര സർക്കാർ തീരപ്രദേശത്തിൻ്റെ വികസനത്തിന് വേണ്ടി ധാരാളം ഫണ്ട് അനുവദിക്കുന്ന സ്ഥിതി ഉണ്ടായി. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലമായി പ്രത്യേകിച്ച് കേരളത്തോടുള്ള അവഗണനയുടെ ഭാഗമായി തീരപ്രദേശത്ത് അവഗണിക്കുകയാണ് ചെയ്യുന്നത്. തീരസംരക്ഷണത്തിനും തീരദേശ നിവാസികളുടെ ഉന്നമനത്തിനും കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. എന്നാൽ കേരളത്തിൽ നിന്നുമുള്ള നമ്മുടെ പാർലമെൻറ്റ് അംഗങ്ങൾ കേരളത്തിന് വേണ്ടി വാദിക്കുന്നുമില്ല. നമുക്കാവശ്യമായ അവകാശപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കുന്നതിൽ അവർ പരാജയപ്പെടുകയാണ് ചെയ്തത്. ഇനിയും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. കേരളം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ പരിഹരിക്കാൻ അധിക വരുമാനമുണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ് സാർ. കേന്ദ്ര സർക്കാരിൻ്റെ നിരന്തരമായ അവഗണനയും കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള ഫണ്ടുകൾ കുറവായതിനാലും സംസ്ഥാന തലത്തിൽ വരുമാനം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി വിഭവ സമാഹരണത്തെ ശക്തിപ്പെടുത്താൻ കൂടിയാണ് സാർ ഈ ബില്ല്. ഇവിടെയാണ് നമ്മുടെ പ്രതിപക്ഷത്തിൻ്റെ നിലപാടുകൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്. പ്രതിപക്ഷം ഈ കാര്യങ്ങളെ യാഥാർത്ഥ്യ ബോധത്തോടെ ഈ പ്രശ്നങ്ങളെ സമീപിക്കേണ്ടതാണ്. പലപ്പോഴും അവർ സ്വീകരിക്കുന്ന സമീപനം ഒരു BJP അനുകൂല, കേന്ദ്ര അനുകൂല നിലപാടായി മാറിപ്പോകുന്നില്ലേ എന്ന് സംശയിക്കുകയാണ്. ഈ ബില്ലിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് മുദ്രപത്ര നികുതി, മോട്ടോർ വാഹന നികുതി, കോടതി ഫീസ് തുടങ്ങിയവ വർദ്ധിപ്പിക്കാൻ നിർദ്ദേശിച്ചതും നിയമം ഭേദഗതി ചെയ്യുവാനും നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. 4 പ്രധാനപ്പെട്ട നിയമങ്ങളിൽ വൈദ്യുതി തീരുവ കാലോചിതമായി പരിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നു. 63 കേരള ഇലക്ട്രിസിറ്റി ആക്ട് 63/23 അതിൻ്റെ ഭാഗമായി ഏതാണ്ട് 101.41 കോടി രൂപയുടെ അധിക വരുമാനമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ജുഡീഷ്യൽ കോടതി ഫീസിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ 20 വർഷമായി സാർ ജുഡീഷ്യൽ കോർട്ട് ഫീസ് സ്റ്റാമ്പുകളുടെ നിരക്കുകൾ യഥാർത്ഥത്തിൽ പരിഷ്കരിച്ചിട്ടില്ല. ജസ്റ്റിസ് VK മോഹനൻ അധ്യക്ഷനായ 5 അംഗ കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ചാണ് സർക്കാർ വിവിധ ഫീസുകൾ ചെറിയ തോതിൽ വർദ്ധിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായി 50 കോടി രൂപയുടെ വരുമാനമാണ് പ്രതീക്ഷിക്കുന്നത്. അതിനാണ് കോർട്ട് ഫീസ് ആൻഡ് സ്യൂട്ട്സ് വാല്യുവേഷൻ ആക്ട് ഉചിതമായി ഭേദഗതി ചെയ്യുന്നത് സാർ. അതുപോലെ മോട്ടോർ വാഹന വകുപ്പ് മേഖലകളിലും ചില കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തു വരുന്ന ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് ബസ്സുകളുടെ എണ്ണം യഥാർത്ഥത്തിൽ വളരെ കുറവാണ്. കേരളത്തിൽ രജിസ്റ്റർ ചെയ്യേണ്ടതായ ഇത്തരം വാഹനങ്ങൾ താരതമ്യേന നികുതി വളരെ കുറവുള്ള നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത് കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ ടൂറിസ്റ്റ് പെർമിറ്റ് ചട്ടങ്ങളുടെ പിൻബലത്തിൽ സംസ്ഥാനത്ത് സ്ഥിരമായി സർവീസ് നടത്തി വരുന്നത് സംസ്ഥാനത്തിന് നികുതി നഷ്ടത്തോടൊപ്പം രജിസ്ട്രേഷൻ ഫീസ് ഇനത്തിലും ഫിറ്റ്നസ് ടെസ്റ്റ് ഫീസ് ഇനത്തിലും നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പരിഹരിക്കാൻ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ
കേരളത്തിൽ തന്നെ നടത്തുന്നതിനായി ടൂറിസ്റ്റ് ബസ്സുകളുടെ നികുതി കുറയ്ക്കാനാണ് യഥാർത്ഥത്തിൽ സർക്കാർ ഈ ഭേദഗതിയിലൂടെ തീരുമാനിക്കുന്നത്. അതുപോലെ ഈ രജിസ്ട്രേഷൻ മേഖലയിലുള്ള പരിഷ്കാരങ്ങൾ, അതിൻ്റെ പരിഷ്കാരങ്ങളിലൂടെ 50 കോടിയുടെ അധിക വരുമാനമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് സാർ. ഇത്തരത്തിലുള്ള ഭേദഗതികളാണ് സർക്കാർ ഉദ്ദേശിച്ചിട്ടുള്ളത്. കേരള മുദ്രപത്ര നിയമത്തിലും ഭേദഗതി വരുത്തുന്നു. ഞാനതിൻ്റെ എല്ലാം വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇതുവഴി 40 കോടി രൂപയുടെ അധിക വരുമാനമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. വിഭവ സമാഹരണത്തിൻ്റെ മേഖലയിൽ നികുതി പിരിവ് ഊർജിതപ്പെടുത്തിയും അതീവ ശ്രദ്ധയോടെയുമുള്ള ധന മാനേജ്മെൻറ്റ് വഴിയും സർക്കാർ ശ്രദ്ധേയമായ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. കഴിഞ്ഞ വർഷം മുൻവർഷത്തെ അപേക്ഷിച്ച് GST വരുമാനം 23,000 കോടി വർദ്ധിപ്പിക്കാനായി. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ചർച്ച അവസാനിപ്പിച്ചുകൊണ്ട് ബഹുമാന്യനായ മന്ത്രി MP രാജേഷ് ഇതുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ സഭയുടെ മുമ്പിൽ അവതരിപ്പിച്ചത് നമ്മുടെ മുൻപാകെയുണ്ട്. അതുപോലെ തനത് നികുതി വരുമാന വർധന 22.41% 2023 അത് 23.36% വീണ്ടും ഉയർത്തി. റവന്യൂ കമ്മി 0.9% എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു. 1% താഴെ എത്തിയത് ചരിത്രത്തിലാദ്യമാണ് സാർ. കേരളം തനത് വരുമാന സ്രോതസ്സുകൾ വഴിയാണ് ചെലവുകളുടെ മുഖ്യ പങ്കും നിർവഹിക്കുന്നത്. രാജ്യത്തെ ഉയർന്ന വരുമാന വർധന നിരക്കും വളർച്ചാ നിരക്കും ആർജിക്കാൻ കേരളത്തിനായി എന്നുള്ളതാണ്. GST വകുപ്പിൻ്റെ പുനഃസംഘടനയും GST കൃത്യമായി പിരിച്ചെടുക്കുന്നതിൻ്റെയും അതുവഴി നികുതി വരുമാനത്തിൻ്റെ കാര്യക്ഷമത ഉയർത്താനായതും വഴിയാണ് സാർ ഈ നേട്ടം നമുക്ക് കൈവരിക്കാനായത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനം നികുതി യഥാസമയം പിരിച്ചെടുക്കുന്നില്ല എന്ന പ്രതിപക്ഷാരോപണം അടിസ്ഥാനരഹിതമാണെന്ന് കാണാൻ കഴിയും സാർ. കേന്ദ്രത്തിൻ്റെ കേരള വിരുദ്ധ സമീപനം തിരുത്തപ്പെടേണ്ടതാണ്. ധനകാര്യ കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട നികുതി വിഹിതം വർദ്ധിക്കേണ്ടതുണ്ട്. വായ്പാ പരിധിയുടെ കാര്യത്തിൽ കേരളാനുകൂല നിലപാടുണ്ടാകണം. ഇതേപോലെയുള്ള നിരവധി പ്രശ്നങ്ങൾ അവശേഷിക്കുന്നു. കേന്ദ്രം കാട്ടുന്ന കടുത്ത അവഗണനയിൽ കോൺഗ്രസിനൊരു പ്രതിഷേധവുമില്ല. യഥാർത്ഥത്തിൽ കേന്ദ്രം നിഷേധിക്കുന്ന പണം നമ്മുടെ കേരളത്തിലെ എല്ലാവർക്കും ലഭിക്കേണ്ടതാണെന്ന പ്രതിപക്ഷത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഉപക്ഷേപത്തെ പിന്തുണച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി.